ലഹരിക്കെതിരെയുള്ള പോരാട്ടം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് വലിയ പോരാട്ടം, രണ്ട് ചെറിയ പോരാട്ടം. ഇപ്പം നിങ്ങളൊക്കെ ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടിയാണല്ലോ നോമ്പ് നോറ്റിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് പോരാട്ടത്തിനാണ് താല്പര്യം? വലിയ പോരാട്ടത്തിന് താല്പര്യമുള്ളവരുണ്ടോ, ചെറിയ പോരാട്ടത്തിന് താല്പര്യമുള്ളവരുണ്ടോ? നിങ്ങൾക്ക് ഏത് പോരാട്ടം വേണ്ടി? ഞാൻ ആദ്യം ചെറിയ പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് ചെറിയ പണിയുള്ളോ എളുപ്പം അല്ലേ? നാട്ടിൽ ബോർഡ് വെക്കുക, ഇതുപോലത്തെ പരിപാടി സംഘടിപ്പിക്കുക, ജാഗ്രതാ സമിതികൾ ഉണ്ടാക്കുക, ഈ നാട്ടിൽ പുറത്തുനിന്ന് വരുന്ന അപരിചിതരെ നിരീക്ഷിക്കുക, ഓരോ വീട്ടിനകത്തും കയറിയിട്ട് ബോധവൽക്കരണ പോസ്റ്ററുകൾ, നോട്ടീസുകൾ നൽകുക, സ്കൂളുകൾക്കകത്ത് ക്ലാസ്സുകൾ നടത്തുക. സകല പണിയും ചെറിയ പണിയാണ്. ഈ ക്ലാസ് സംഘടിപ്പിച്ചതും ചെറിയ പണിയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലെ ചെറിയ പണി. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വലിയൊരു പണിയുണ്ട്, വലിയ പണി. ആ വലിയ പണി എടുക്കാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതെന്താണെന്നറിയോ? എൻ്റെ വീട്ടിൽ ഞാൻ പോറ്റുന്ന എൻ്റെ ഭാര്യ, ഞാൻ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, ആ കുടുംബത്തിനകത്തേക്ക് ലഹരി നടന്നു കയറി വരില്ല എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം. നമ്മൾ ഈ നാട്ടിലൊക്കെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മളെ ബാക്കിൽ കൂടി ലഹരി വിട്ടുക്കുന്നുണ്ടാവും, അത് നമ്മളറിയില്ല അല്ലേ? അപ്പോൾ ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടം ഏതാ? നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ സംരക്ഷണയിൽ കഴിയുന്ന കുട്ടികൾക്ക് ഈ ലഹരി ഉപയോഗം എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനെന്താ വേണ്ടത്? നേരത്തെ സാറ് പറഞ്ഞു, കുട്ടിയെ നിങ്ങൾ ചേർത്തു പിടിക്കണം, കുട്ടിയെ ചേർത്തു പിടിക്കണം, എന്നിട്ടോ ആ കുട്ടിയെ സ്നേഹിക്കണം. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു മലപ്പുറം ജില്ലയിലൊരു സ്കൂള്, ആ സ്കൂളിൽ നിന്ന് 6 കുട്ടികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 6 കുട്ടികളെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 15 ദിവസം കുട്ടി പുറത്തിരിക്കണം, 16ാമത്തെ ദിവസം സ്കൂളിലേക്ക് വരാം. കുട്ടികളെ പുറത്തിറക്കി 2 ആഴ്ചയ്ക്ക് കുട്ടിയെ സസ്പെൻഡ് ചെയ്തു. എന്തിനാ സസ്പെൻഡ് ചെയ്തതെന്നറിയോ? ഇന്റർവെല്ലിന്റെ സമയത്ത് 6 കുട്ടികൾ സ്കൂളിന് അടുത്തുള്ള ഒഴിഞ്ഞ ഒരു വീട്ടിന്റെ പറമ്പ് കയറിയിട്ട് അവിടെ 6 കുട്ടികൾ സിഗരറ്റ് വലിച്ചു. ഒരു മാഷ് ഇത് കണ്ടു, അയാൾ വീഡിയോയിൽ പകർത്തി. ഹെഡ് മാഷ് പ്രിൻസിപ്പാളിനെ വിവരം അറിയിച്ചു. 6 കുട്ടികളെയും ഇന്റർവെൽ കഴിഞ്ഞ് വിളിപ്പിച്ചു. 6 കുട്ടികളെയും വന്നു പ്രിൻസിപ്പാൾ കാണിച്ചു, ദാ നിങ്ങൾ 6 പേരുമായി സിഗരറ്റ് ഉപയോഗിക്കുന്നുണ്ട്, വീഡിയോയിലുണ്ട്. മാഷ് കണ്ടു. കുട്ടികൾക്കൊന്നും പറയാനില്ല. 6 പേരുടെയും രക്ഷിതാക്കളെ വരുത്തി 2 ആഴ്ച സസ്പെൻഷൻ. രക്ഷിതാക്കളോട് പറഞ്ഞു, ഈ കുട്ടികളെ ഇനി കയറ്റണമെങ്കിൽ കൗൺസിലിംഗ് നടത്തണം. എന്നിട്ട് കൗൺസിലർ ഇനി ഇവരിത് ഉപയോഗിക്കില്ല, ഞാൻ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരണം. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് 15ാമത്തെ ദിവസം സ്കൂളിലിരിക്കാം, അല്ലെങ്കിൽ കുട്ടിയെ കയറ്റില്ല. അങ്ങനെ 6 പേരിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്നു. ബാക്കി 6 പേര് എവിടെയൊക്കെ പോയി. 5 പേര്. ഒരാളെ കൊണ്ട് അവൻ്റെ ഉമ്മയിപ്പി വന്നത് എൻ്റെ അടുത്താണ്. ഞാൻ ആ കുട്ടിയെ മുമ്പിലിരുത്തി. നോക്കൂ, ആ ചെറുക്കൻ +1 പഠിക്കുന്നു, +2 പാസ്സാവാൻ നിൽക്കുകയാണ്. ഞാൻ ആ കുട്ടിയെ എൻ്റെ തൊട്ടടുത്തിരുത്തിയിട്ട് അവനോട് ചോദിച്ചു, മോനെ നീ എത്ര കാലമായി സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയിട്ട്? ആ ചെറുക്കൻ്റെ മുഖത്തിങ്ങനെ നോക്കി സത്യം പറഞ്ഞു. അവൻ പറഞ്ഞു, സാറേ ഞാൻ 9ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോഴോ 9, 10, 11 3 കൊല്ലമായി ഞാൻ സിഗരറ്റ് വലിക്കുന്നു. ഞാൻ അത്ഭുതത്തോടു കൂടി ആ ചെക്കനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ 3 കൊല്ലമായിട്ട് സിഗരറ്റ് വലിച്ചിട്ട് നിന്റെ വായിൽ നിന്ന് വരുന്ന മണം നിന്റെ ഉമ്മക്ക് കിട്ടിയില്ലേ? സ്വാഭാവികമായ ചോദ്യം. ആ ചെക്കൻ എന്നോട് പറഞ്ഞ മറുപടിയാണ് എൻ്റെ പ്രിയമുള്ള പാരൻസിന് മുന്നിൽ എനിക്ക് വെക്കാനുള്ളത്. ആ ചെക്കൻ എന്നോട് പറയാണ്, സാറേ എൻ്റെ വായിൽ നിന്ന് വരുന്ന മണം, അത് മണക്കാനുള്ള അടുപ്പം എൻ്റെ രക്ഷിതാക്കൾക്ക് ഇല്ല. ഞാൻ വരുമ്പോൾ ഉമ്മ വാതിൽ തുറക്കും, ഒറ്റപ്പോക്ക, വാപ്പൻ്റെ അടുത്ത് കൂടി പോലും വരൂല. എൻ്റെ വായിൽ നിന്ന് വരുന്ന മണം മണക്കാനുള്ള അടുപ്പം എൻ്റെ രക്ഷിതാക്കൾക്ക് ഇല്ല. പിന്നെ ധൈര്യത്തിൽ വലിച്ചു വിട്ടു പോയിക്കൂടെ? നിങ്ങൾക്കിപ്പോൾ ഇന്ന് ബിരിയാണിൻ്റെ ഒരു സാധനം തന്നു, പള്ളിയിൽ നിന്ന് തിന്നാൻ വേണ്ടിയിട്ട് അല്ലേ, തന്നു. അതിൻ്റെ കൂടെ 2 ഉള്ളി കഷ്ണം ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ഉള്ളി നിങ്ങൾ തിന്നാൽ ഇന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഭാര്യ ചോദിക്കും, നിങ്ങൾ ഉള്ളി തിന്നുന്നില്ലേ എന്ന്. നിങ്ങളെ വായിൽ നിന്ന് വരുന്ന മണം മണക്കാനുള്ള അടുപ്പം നിങ്ങളെ ഭാര്യക്കുള്ളതുകൊണ്ടാണ്. മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, അവരുടെ അടുത്ത് നിങ്ങൾ കെട്ടിപ്പിടിച്ചില്ലെങ്കിലും ഉമ്മ വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ഉമ്മ വെക്കണം, കെട്ടിപ്പിടിക്കണം. അത് റസൂലിൻ്റെ ചര്യയാണ്. പക്ഷേ അതൊന്നുമില്ലെങ്കിലും സ്വന്തം കുട്ടീൻ്റെ വായൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാനെങ്കിലും നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ ഒരു കുട്ടിയും സിഗരറ്റ് വലിച്ച് നിങ്ങളടുത്ത് വരൂല, ഒരു കുട്ടിയും കള്ളു കുടിച്ച് വരൂല. കാരണം എന്താ? സിഗരറ്റ് വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആ ചെക്കൻ പറയും, എടാ എനിക്ക് വേണ്ട, എൻ്റെ ഉമ്മക്ക് മണക്കും, ഞാനുമായിട്ട് അടുപ്പുള്ള ഉമ്മയാണ്, എൻ്റെ ബാപ്പാക്ക് മണക്കും, എൻ്റെ അടുത്ത് വന്നിരിക്കും ബാപ്പ, എൻ്റെ അടുത്ത് വന്ന് കിടക്കും ബാപ്പ, അവിടെ ബാപ്പാക്ക് മണക്കും, അതുകൊണ്ട് വേണ്ട എന്ന് കുട്ടി പറയും. ഏത് കുട്ടിയാ സിഗരറ്റ് വലിക്കുക, ഏത് കുട്ടിയാ കള്ളു കുടിക്കുക? അവൻ്റെ വായിൽ നിന്ന് വരുന്ന മണം നിങ്ങൾ മണക്കൂല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലെ
ഏറ്റവും വലിയ പോരാളികളായി നിങ്ങൾ മാറണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഈ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തണം. പ്രിയപ്പെട്ടവരെ, അത്രമേൽ വ്യാപിച്ചിരിക്കുന്നു ഈ ലഹരിയുടെ വ്യാപനം. നമ്മുടെ സ്കൂളിൽ ചെറിയ കുട്ടികളിൽ പോലും ഇതിൻ്റെ എഫക്റ്റ്, അലയൊലികളുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അങ്ങനെയാണ്.